സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുവായൂരപ്പ ശരണം. ഭദ്രകാളി അമ്മയെ ശരണം. ഈ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. ബസ് അപകടം. വർഷം 2000. ഞാൻ കോയമ്പത്തൂർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സമയം രാവിലെ 7 മണി. ബസ് സ്റ്റാൻഡിൽ പൊതുവെ ആളുകൾ കുറവായിരുന്നു. എൻ്റെ ജോലിയുടെ ഭാഗമായി പൊള്ളാച്ചിയിൽ പോകാൻ വേണ്ടി സീനിയർ ഉദ്യോഗസ്ഥൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കാനാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം സമയത്ത് വന്നില്ല. ഞാൻ അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി. അറിയാതെ ഞാൻ റോഡിൻ്റെ നടുവിൽ എത്തിയത് അറിഞ്ഞില്ല. പെട്ടെന്ന് എന്നെ ആരോ ഉന്തിത്തള്ളിയിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ബസ് സ്പീഡിൽ ക്രോസ് ചെയ്തു. ഡ്രൈവർ തൊള്ളയിട്ടു. ഹോൺ അടിച്ചത് കേട്ടില്ലേ ചോദിച്ചു. ആ സമയത്തു എൻ്റെ ചുറ്റും ആരുമുണ്ടായിരുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നി. എന്നെ ആരു പിടിച്ചു മാറ്റി? ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയ്യപ്പൻ കീ ചെയിൻ. ഞാൻ നൈജീരിയയിൽ നിന്നും ലീവിന് നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ലൈസൻസ് 3 മാസം മുമ്പ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരുന്നു. ബ്രോക്കറിനോട് പുതുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഒരാഴ്ചയായിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം ഞങ്ങളോട് 9 മണിക്ക് അവിടേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി. 9:30 മണിക്ക് ബ്രോക്കർ ഞങ്ങളുടെ ഫയൽ കൊണ്ടുപോയി. എല്ലാവരുടെയും ഫയലിൻ്റെ കൂടെ ഞങ്ങളുടെ ഫയലും വച്ചു. പുതിയ ഓഫീസർ അത് റിജക്റ്റ് ചെയ്തു. പിന്നെ ബ്രോക്കറുടെ അസിസ്റ്റൻ്റ് വീണ്ടും ഫയൽ കൊണ്ടുപോയി. അതും റിജക്റ്റായി. പിന്നെ 11:30 ബ്രോക്കറുടെ വൈഫ് വീണ്ടും ഫയൽ കൊണ്ടുപോയി. അതും റിജക്റ്റായി. പിന്നെ 12 മണിക്ക് ഒരാൾ ബ്രോക്കറിനോട് എന്തോ അന്വേഷിക്കാൻ വന്നു. അവരുടെ കയ്യിൽ ഒരു കീ ചെയിൻ സ്പീഡിൽ ചുറ്റുന്നത് കണ്ടു. ചുറ്റൽ നിന്നപ്പോൾ അത് സ്വാമി അയ്യപ്പനായിരുന്നു. ഞാൻ അത് കാര്യമാക്കിയില്ല. അപ്പോൾ തന്നെ ബ്രോക്കർ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഫയൽ കൊണ്ടുപോകൂ പറഞ്ഞു. ഞാൻ അതെടുത്തിട്ട് ഓഫീസറുടെ അടുത്ത് പോയി. അപ്പോൾ ഓഫീസർ കമ്പ്യൂട്ടർ സെക്ഷനിൽ പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോൾ അവർ ഒപ്പിട്ട് തന്നു. അതിനുശേഷം ഓഫീസർ സിഗ്നേച്ചർ തന്നു. 12:20 ലൈസൻസ് കയ്യിൽ കിട്ടി. മണപ്പുള്ളി ഭഗവതി അയ്യപ്പസ്വാമി. ഞങ്ങൾ കുടുംബസമേതം സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്തു അമ്പലത്തിലെത്തി. ദീപാരാധന കഴിഞ്ഞപ്പോൾ അമ്പലം പ്രദക്ഷിണം വച്ചു തുടങ്ങിയപ്പോൾ 3 അടി വച്ചില്ല. അപ്പോഴേക്കും എൻ്റെ തലയിൽ 3 വിരൽ കൊണ്ട് തല മുതൽ നെഞ്ചുവരെ സ്പർശിച്ചതുപോലെ തോന്നി. ഞാൻ വിചാരിച്ചു കട്ടിയുള്ള ഇലകൾ വീണതാണെന്ന് കരുതി. മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ മരങ്ങൾ ഒന്നുമില്ല. നേരെ മുമ്പിലേക്ക് നോക്കിയപ്പോൾ അയ്യപ്പ ക്ഷേത്രമുണ്ടായിരുന്നു. കോവിഡ് കാരണം ആളുകൾ ഇല്ല. ഞാൻ അവിടെ സ്തംഭിച്ചു നിന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇതു ഞാൻ ഭഗവതിയുടെയും അയ്യപ്പസ്വാമിയുടെയും അനുഗ്രഹമായി ഞാൻ ഇതിനെ കരുതുന്നു. ചിദംബരം അമ്പലം. കോവിഡ് കാലത്ത് ഞങ്ങൾ ചിദംബരം അമ്പലത്തിൽ തൊഴാൻ പോയി. ഇടതുവഴിയിൽ കൂടി അമ്പലത്തിൽ കയറിയത്. ആ വഴി തന്നെ തൊഴുതു ഇറങ്ങി. അതിനുശേഷം അന്നദാനം കഴിച്ചു. വേറെ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് അധിക ദൂരമായിരുന്നു. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും കുറച്ചു സമയം അമ്പലത്തിൽ പോയി ഇരിക്കണമെന്ന് തോന്നി. നല്ല വെയിലുള്ളതുകൊണ്ട് കാൽ പൊള്ളും വിചാരിച്ചിട്ട് ഓടിയിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അതും വലതുവശത്തു കൂടി ഓടിക്കയറി. അവിടെ ഇരുന്നിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ സ്വാമി അയ്യപ്പൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എനിക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹത്തിന് വിളിച്ച പോലെ തോന്നി. ട്രാൻസ്ജെൻഡർ ഇരട്ടകൾ. ഒരു ദിവസം ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എൻ്റെ എതിരെ വേഗത്തിൽ പോകുന്നത് കണ്ടു. എന്തോ ഒരു പ്രത്യേകത തോന്നി. പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരുടെ നിറം കറുപ്പ്, ചുവന്ന പട്ടുസാരി ഉടുത്തിരിക്കുന്നു. പിന്നെ ഞാൻ അങ്ങനെ നടന്നുപോയി. പക്ഷേ ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ അതേപോലത്തെ ട്രാൻസ്ജെൻഡർ ഒരു കടയിൽ നിൽക്കുന്നത് കണ്ടു. പക്ഷേ അവർ നടന്ന് എത്താനുള്ള സാധ്യതയില്ല. എൻ്റെ ഓപ്പോസിറ്റാണ് അവർ നടന്നു പോയത്. ഞാൻ അത്ഭുതപ്പെട്ടു. കുറച്ചു നേരം അവരെ ഞാൻ നോക്കി. എൻ്റെ മനസ്സിൽ അവരോട് സംസാരിക്കണം തോന്നി. എൻ്റെ മനസ്സിൽ നിങ്ങളാണോ അവർ എന്ന് ചോദിക്കണം തോന്നി. പക്ഷേ വേണ്ട വെച്ചു. ഇതിലെനിക്ക് എന്തോ ഒരു സന്ദേശമുണ്ട് എന്ന് തോന്നി. 1 മാസം കഴിഞ്ഞപ്പോൾ
എനിക്ക് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് എന്ന് മനസ്സിലായി. അയ്യപ്പൻ എന്നെ വിളിക്കുന്നുണ്ടെന്ന്. കുംഭകോണം ശ്രീ മഹാകാളിയമ്മനും അയ്യപ്പനും. ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം കുംഭകോണം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പോയി. അപ്പോൾ യാദൃശ്ചികമായി സ്വാമി അയ്യപ്പൻ ക്ഷേത്രമാണ് ഫസ്റ്റ് കണ്ടത്. പിന്നീട് പ്രധാനപ്പെട്ട 5 ശിവക്ഷേത്രങ്ങൾ ദർശിച്ചു. ദീപാരാധന കാണാനുള്ള ഭാഗ്യവും ലഭിച്ചു. പിന്നെ രാമസ്വാമി അമ്പലത്തിൽ പോകുമ്പോൾ എൻ്റെ മനസ്സ് വേറെ വഴിക്ക് തിരിഞ്ഞു. അങ്ങനെ അറിയാതെ ശ്രീ മഹാകാളിയമ്മൻ ക്ഷേത്രത്തിൽ കയറി. അവിടെ കയറിയപ്പോൾ തന്നെ സ്വാമി അയ്യപ്പൻ്റെ ദർശനം കിട്ടി. പിന്നീട് ആലോചിച്ചപ്പോൾ ശ്രീ മഹാകാളിയമ്മൻ ക്ഷേത്രം ഉദയല്ലൂർ അടുത്ത ദിവസം ഫസ്റ്റ് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഗൂഗിൾ മാപ്പ് കണ്ടപ്പോൾ വിഷ്ണു ക്ഷേത്രം, ശിവക്ഷേത്രം ഒരേ വഴിയിലും മഹാകാളിയമ്മൻ ക്ഷേത്രം വേറെ വഴിയിലുമായിരുന്നു. അതുകൊണ്ട് കാളിയമ്മൻ ക്ഷേത്രം സന്ദർശിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. പക്ഷേ തലേ ദിവസം തന്നെ മഹാകാളിയും അയ്യപ്പനും ഞങ്ങളെ വിളിച്ചു വരുത്തി അനുഗ്രഹം തന്നിരുന്നു. ശേഷം 2ാം ഭാഗം തുടരും. പ്രേക്ഷകരായ നിങ്ങളോട് ഒരു ചോദ്യം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻ്റായി എഴുതുക.